എന്താണ് പരിശുദ്ധമായ 28-ാമത്തെ ആയത്തിൽ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു പറയുന്നത്? വസ്ബിർ. സബർ എന്ന് പറയുന്ന സബർ, ക്ഷമ. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്നാണല്ലോ. ഒരു വിശ്വാസിക്ക് വേണ്ടതന്നെ ആ വിശ്വാസിയുടെ ഈമാനിന്റെ പാതിയും സബറാകണം. എത്രയോ ഹദീസുകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബറിനെ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വിശ്വാസി എന്ന് പറഞ്ഞാൽ തന്നെ സാബിറാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസ്ബിർ, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നഫ്സക, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ ക്ഷമിപ്പിച്ച് നിർത്തണം. ക്ഷമിച്ച് നിങ്ങളുടെ നഫ്സിന് സബർ ശീലിപ്പിക്കണം. എവിടെയാണ് ക്ഷമിക്കേണ്ടത്? മഅല്ലദീന യദ്ഊന റബ്ബഹും, അല്ലാഹുവിനെ ആരാധിക്കുന്ന, അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിനെ റബ്ബായി ഓർമ്മയുള്ള ഒരു വിഭാഗത്തിന്റെ കൂടെ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എപ്പോഴാണ് അവർ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? ബിൽഗദാത്തി, രാവിലെയും വൽ അശിയി, വൈകുന്നേരവും അല്ലാഹുവിനെ ഓർത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന, വൈകുന്നേരം തസ്ബീഹ് ചൊല്ലുന്ന, പ്രഭാത സമയത്ത് നേരത്തെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന 2 സമയമാണ് അവിടെ പ്രത്യേകം പറഞ്ഞത്. ഒന്ന് ബിൽഗദാത്തി, രാവിലെയാണ്. മറ്റൊന്ന് വൽ അശിയി, വൈകുന്നേര സമയമാണ്. ഈ 2 സമയത്തും പ്രത്യേകമായും അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന, അവനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തോടൊപ്പം നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽ അശി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ നന്നായാൽ മാത്രം പോരാ, നല്ല ഒരു ടീം നമുക്കുണ്ടാവണം, നല്ലൊരു കൂട്ടായ്മ നമുക്കുണ്ടാവണം. അതൊരു സംഘടനയാവണമെന്നോ അതിനൊരു പേരുണ്ടാവണമെന്നോ എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഒറ്റക്കായാൽ, കഴിഞ്ഞ ഖുത്ബയിൽ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു, ഒറ്റപ്പെട്ടാൽ അവൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മുടെ ഈമാൻ തെറിച്ചുകൊണ്ടിരിക്കും. നന്മ പറയുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്ന, അള്ളാഹ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അതാണ് ഒരു വിത്ത് ഫീലിംഗ്, ഒരു കൂട്ടായ്മ നമുക്കുണ്ടായിരിക്കും. ഒരു നല്ല കൂട്ടുകാർ. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽ അശിയി. അവര്, അതിന്റെ ഒരു സുഖകരമായ അർത്ഥം പറഞ്ഞാൽ അവർ 5 വക്തും നിസ്കരിക്കുന്നവരായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെയോ യുരീദൂന വജ്ഹ, അവരെന്ത് ചെയ്യുകയാണെങ്കിലും അവരുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രീതിയായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല വിങ് നിങ്ങൾക്കുണ്ടായിരിക്കണം. വലാ തഅദു ഐനാക അൻഹും. റസൂലുള്ളാഹിനോട് അല്ലാഹു പറയുകയാണ്, മുത്തുനബിയെ, അങ്ങനത്തെ ഒരു വിഭാഗത്തെ കാണുമ്പോ അവർ അപരിഷ്കൃതരാണ്, അവർ പയഞ്ചരാണ്, അവർക്കൊന്നും അറിയൂല എന്ന് പറഞ്ഞ് യാ റസൂൽ മുഹമ്മദ് മുസ്തഫ നബിയോടല്ല പറയാണ്, അവരെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയരുതേ, അവരെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണട്ടോ. ദുനിയാവിന്റെ അലങ്കാരം മോഹിച്ചുകൊണ്ട്, ദുനിയാവിന്റെ ചന്തം മോഹിച്ചുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന ആ വിഭാഗത്തെ തൊട്ട് നിങ്ങൾ മാറിപ്പോകരുതേ. എന്നിട്ട് അല്ലാഹു പറയാണ് മുത്തുനബിയോട്, നിങ്ങൾ ഒരിക്കലും അനുസരിച്ചു പോകരുതേ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഏറ്റെടുക്കരുതേ. ആരമ്മൻ ഒരുത്തരെ അവരെ ഹൃദയത്തിന് നമ്മൾ ഗഫലത്തുണ്ടാക്കിയിരിക്കുന്നു. ദിക്രിന, നമ്മൾ ഓർക്കുന്നവരെ തൊട്ട്. ആദ്യം അല്ലാഹു ആരെ പറഞ്ഞു? ആരോട് കൂട്ടുകൂടണം? ആരോടാ കൂട്ടുകൂടേണ്ടത്?
അള്ളാഹുവിനെ രാവിലെയും വൈകുന്നേരം ഓർക്കുന്നുണ്ട്, അള്ളാനെ ഓർക്കുന്ന ഒരു വിഭാഗം. പിന്നെയോ അവരെന്ത് ചെയ്താലും അവരുടെ ലക്ഷ്യം വജ്ഹഹു, അള്ളാന്റെ താല്പര്യമായിരിക്കും. ഇങ്ങനത്തെ ഒരോടൊപ്പം കൂട്ടുകൂടാ. ഇനി ആരോടൊപ്പം കൂട്ടുകൂടരുത്. അവരുടെ ഹൃദയത്തിൽ ഗഫലത്താണ്, അവരുടെ ഹൃദയം അശ്രദ്ധയിലാണ്. അവർക്ക് അല്ലാഹുവിനെ കൃത്യമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തോരോട് ചേർന്നു പോകരുതേ. അങ്ങനത്തോരോട് ചാരിയാൽ ആ ചാരിയത് നമ്മളിലും മടക്കുന്നതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെയോ അവര് അവരുടെ തടിയിച്ഛയെ പിന്തുടരുന്നവരാണ്. ഇന്ന് അങ്ങനെയാണല്ലോ, തോന്നിയതൊക്കെ ചെയ്യാം. അതിന്റെ ആഗ്രഹമല്ലേ എനിക്ക് ചെയ്തൂടെ? ഒരു വലിയ എഴുത്തുകാരൻ ഇപ്പോ യൂട്യൂബിലൊക്കെ ഉണ്ട്. അദ്ദേഹം പറയും, എനിക്ക് ഒരു ആണിനോടാണ് ലിവാത്ത്, എനിക്കൊരു സെക്ഷൽ ആസ്പിറേഷൻ ആവശ്യമുള്ളതിന് ആണിനോടാണെങ്കിൽ എനിക്കത് ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം? അപ്പൊ ഒരു ഉസ്താദ് ചോദിക്കുകയാണ്, എന്നാൽ ചില ആളുകൾക്ക് ശരിക്കും സൈക്കോളജിയിലൊക്കെ കാണാം, ചില ആളുകൾക്ക് മനുഷ്യന്മാരോടൊന്നല്ല ആഗ്രഹം, മൃഗങ്ങളോടാണ്. അവന് മൃഗങ്ങളോടും ചെയ്തൂടെ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്കൊരു അടിസ്ഥാനമുണ്ട്, ദീനിന്റെ അടിസ്ഥാനം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തടിയിച്ഛയെ പിന്തുടരുന്നവരോട് ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. അങ്ങനത്തോരോടൊപ്പം ചേർന്നാൽ നമ്മളും അങ്ങനെയായി പോകുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റസൂലുള്ള പറഞ്ഞില്ലേ, കള്ളു കുടിക്കുന്നവരുടെ മേശയുടെ ചാരത്ത് നിങ്ങൾ പോയിരിക്കരുത്. ഞാൻ കള്ളൊന്നും കുടിക്കൂല, ഞാൻ അവിടെ ഇരിക്കുള്ളൂ എന്ന് പറയരുത്. അങ്ങോട്ട് നിങ്ങൾ പോയി പോകരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെങ്കിലും പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നല്ലോ. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. ലാ തഖറബിസ്സിന, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. ആ കൂട്ടത്തിൽ തന്നെ പെടരുത്. നമ്മുടെ ഫ്രണ്ട്സുകളിൽ അങ്ങനെയുണ്ടാകരുത്, നമ്മുടെ കൂട്ടുകാരിൽ അങ്ങനെയുണ്ടാകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ കൂട്ടുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗം, അവരുടെ ഒന്നാമത്തെ അടയാളം അവരുടെ ഹൃദയത്തിൽ ഓഫലത്താണ്. രണ്ടാമത്തത് അവര് തടിയിച്ഛയെ പിൻപറ്റുന്നവരാണ്. തോന്നുന്നത് അങ്ങനെ ചെയ്യും. എവിടേക്കെങ്കിലും അപട് പോകുന്നു, എന്തെങ്കിലും കഴിക്കാൻ തോന്നി അതട് കഴിക്കുന്നു. പ്രത്യേക ഓർഡർ ഒന്നുമില്ല. അത് ഖുർആൻ പറഞ്ഞത് അവരുടെ മൂന്നാമത്തെ വിശേഷണം അവരുടെ കാര്യം വളരെ ഡിസോർഡറായി പോകുന്നതാണ്. അവരുടെ കാര്യം അതിരുവിട്ടതാണ്. ഒരു ഓർഡർ ഒന്നുമില്ല. എപ്പോഴെങ്കിലും എണീക്കും, എപ്പോഴെങ്കിലും ഉറങ്ങും, എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ഉണ്ടല്ലോ, ആകെ കാര്യങ്ങളൊക്കെ ഡിസോർഡറായി അതിരുവിട്ടുപോയവർ. അവരോടും നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കി തരട്ടെ. ഇത് വലിയൊരു പ്രധാനമാണ്. അതാണല്ലോ സൂറത്തുൽ കഹ്ഫ്. അതിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞ ഉടനെ അള്ളാഹു ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? അസ്ഹാബുൽ കഹ്ഫിന് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്, നാട്ടുകാര് മുഴുവനും തമ്മാടിത്തരത്തിലേക്ക് പോയി, ലോകം മുഴുവനും മലീമസമായപ്പോഴും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അസ്ഹാബുൽ കഹ്ഫ് ഒരാളല്ല, പിന്നെ എത്ര ആളാണ്? 7 പേരുണ്ട്. ഒരു നല്ല വിങ്ങായിരുന്നു അവര്. അതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ ആരോട് കൂട്ടുകൂടണം? നമ്മൾ എവിടേക്ക് ചേർന്ന് നിൽക്കണം? ഒറ്റക്കങ്ങനെ നന്നായാൽ മതിയോ? പോരാ. അള്ളാഹുവിനെ പറയുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നല്ല ടീമിന്റെ മഹിയത്ത് നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ നമ്മുടെ ഖുർആൻ ക്ലാസ് എല്ലാ ആഴ്ചയും നമ്മൾ ഈ ഒരു അരമണിക്കൂർ ഖുർആൻ കൂട്ടായ്മയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഖുർആൻ മാത്രമാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അറിയില്ല നിങ്ങൾക്ക്, ഇമാമുന ശാഫിഈ റളിയല്ലാഹു 10 ലക്ഷം ഹദീസ് ബൈഹാട്ട് ചെയ്ത ലോകോത്തര പണ്ഡിതന്
വലിയ പണ്ഡിതൻ. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കബറിന്റെ മീതെ വെക്കാറ് മീസാൻ കല്ലാണെങ്കിൽ ഇമാമുന ശാഫിഈ തങ്ങളുടെ കബറിന്റെ മുകളിലുണ്ടായിരുന്നത് കപ്പലായിരുന്നു. ഒരു കപ്പൽ, ചെറിയൊരു കപ്പൽ. എന്തിനാണത്? ഇത് കപ്പലാണെങ്കിൽ ഇതിന്റെ താഴെയുള്ളത് വിജ്ഞാനത്തിന്റെ സാഗരമാണ്, കടലാണെന്നറിയിക്കാൻ ആ മഹാൻ തന്റെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇടക്കിടക്ക് കാണാൻ പോകും. ഉസ്താദ് ശിഷ്യനെ കാണാൻ അങ്ങോട്ട് പോകും. എന്താ കാര്യം? ഈ ഒരു ബന്ധം. ആ കാലത്ത് നാട്ടിലൊരു അള്ളാഹുവിനെ പറ്റിയും ദീനൊക്കെ സംസാരിക്കാൻ ഒരു നല്ല ബന്ധം തന്റെ ശിഷ്യനാണ്. ഉസ്താദ് അങ്ങോട്ട് പോകുന്നു. എന്തിന്? ഇതിങ്ങനെ ഇടയ്ക്കൊരു നല്ലൊരു കൂട്ടായ്മയും അതിലൂടെ നല്ല ചർച്ചകളും ഇങ്ങനെ കേട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ തെറിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊരു റീഫ്രഷ്മെന്റ് ആണ്. ഒരു മുതലാളിക്ക് 2 പണിക്കാരുണ്ടായിരുന്നു. രണ്ടുപേരും മരം വെട്ടുകാരായിരുന്നു. ഒരാളുടെ ശമ്പളം ഇങ്ങനെ കൂടുന്നുണ്ട്, മറ്റൊരാളുടെ ശമ്പളം അതേ രൂപത്തിലുമാണ്. 2 പേരും മരം വെട്ടുന്ന പണിക്കാരുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശമ്പളം കൂടാത്ത ആള് മുതലാളിയോട് ചോദിച്ചു, ഞാനും അവനും പണിയെടുക്കുന്നത് 8 മണിക്കൂറാണ്, ഞങ്ങള് 2 ആളും മരാണ് വെട്ടുന്നത്, പക്ഷേ എനിക്ക് അന്നത്തെ അതേ ശമ്പളം എന്റെ ഒപ്പമുള്ള സഹപ്രവർത്തകന്റെ ശമ്പളം കൂടിയിട്ടുണ്ടല്ലോ. അപ്പൊ മുതലാളി പറഞ്ഞു, ഈ മുമ്പ് എനിക്ക് വെട്ടി തരുന്നത് ഒരു ദിവസം 10 കഷ്ണാണെങ്കിൽ ആ 10 കഷ്ണാണ് ഇപ്പോഴും. അവന്റെ എണ്ണൊക്കെ കൂടിപ്പോയിട്ടുണ്ട്, അവൻ 20ഉം 25ഉം ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവന്റെ സാലറി കൂടുന്നത്. അപ്പൊ എനിക്ക് കൗതുകമായി. അതെന്തപ്പോ ഞങ്ങള് 2 പേരും ഒരേ സമയത്താണല്ലോ, ഒരേ സമയം ഒരേ ഡ്യൂറേഷനാണ് പണിയെടുക്കുന്നത്, ഒപ്പം തുടങ്ങിയവരുമാണ്, അവൻ്റെത് മാത്രം എന്താണ് ഇത്ര കൂടാനുള്ള കാരണം? അവനോട് പോയി ചോദിച്ചു, നമ്മളൊപ്പല്ലേ പണിയെടുക്കുന്നത്, പിന്നെ നിനക്കെങ്ങനെ ഇത്ര എക്സ്ട്രാ ലാഭം കിട്ടുന്നത്, ഇത്ര കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അവൻ പറഞ്ഞു, ഈ രാവിലെ 10 മണി മുതൽ പിന്നെ പോകുന്നത് വരെ പണിയെടുക്കാറല്ല, വെട്ടലാണ് പരിപാടി. പക്ഷെ ഞാൻ അങ്ങനെയല്ല, കുറച്ച് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആയുധം ഒന്ന് മൂർച്ച കൂട്ടും, പിന്നെ വെട്ടാൻ തുടങ്ങും, പിന്നെ കുറച്ചുകൂടെ വെട്ടിയാൽ വീണ്ടും ഒന്ന് മൂർച്ച കൂട്ടും, പിന്നീട് വെട്ടുക. നീ മൂർച്ച കൂട്ടാതെയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഇടക്കിടക്ക് മൂർച്ച കൂട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ റിസൾട്ട് കൂടാനുള്ള കാരണം. ആ മൂർച്ച കൂട്ടലാണ് സത്യത്തിൽ നമ്മുടെ ഈ നല്ല കൂട്ടായ്മകൾ. ഒരാളിങ്ങനെ നിസ്കരിക്കുന്നുണ്ട് എപ്പോഴും, ഒരാളങ്ങനെയല്ല, ഇടക്കിടയ്ക്ക് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് പുതുക്കി അവരുമായിരുന്ന് ദീനൊക്കെ പറഞ്ഞ് അള്ളാഹുവിനൊക്കെ പറഞ്ഞ് അള്ളാഹിനെ ഓർത്തിട്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിനൊന്നും കൂടെ മൂർച്ച കൂടും. മറ്റേതൊരു അമലായിട്ട് അങ്ങനെ തുടരുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാമുന ശാഫിഈ തങ്ങൾ തന്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യന്റെ അടുക്കനെ ഇടക്കിടക്ക് ചെല്ലാറുള്ളത് ഒരു നല്ല കൂട്ടുകെട്ട് കിട്ടാനാണ്. അങ്ങനെ ഒരു ദിനം ശാഫിഈ തങ്ങൾ ചെല്ലുമ്പോ, ശാഫിഈ തങ്ങള് ശിഷ്യനായ അഹ്മദ് തങ്ങളെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അഹ്മദ് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മോളോട് പറഞ്ഞു, ഇന്നെന്റെ ഉസ്താദ് ഇവിടെ വരും. എന്റെ ഉസ്താദ് അങ്ങനെയാണ്, വലിയ പണ്ഡിതനാണ്, സൂഫി വര്യനാണ്, ഖുർആൻ ഇഷ്ടം പോലെ ഓതുന്ന വ്യക്തിത്വമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള വ്യക്തിത്വമാണ്. അങ്ങനെ ശാഫിഈ തങ്ങളുടെ ഒരുപാട് സദ്ഗുണങ്ങൾ പറഞ്ഞു കൊടുത്ത അഹ്മദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അന്നേ ദിവസം ഇമാമുന ശാഫിഈ തങ്ങൾ വന്നപ്പോ ഈ മോള് ശാഫിഈ തങ്ങൾ അങ്ങനെ നിരീക്ഷിക്കാണ്. എന്റെ വാപ്പ പറഞ്ഞല്ലോ വലിയൊരു പണ്ഡിതനാണ്, എങ്ങനെ ഉണ്ട് നോക്കട്ടെ, എന്തെല്ലാമാണ് അവര് ചെയ്യുന്ന അമലുകൾ. മോളിങ്ങനെ നിരീക്ഷിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ശാഫിഈ തങ്ങൾക്ക് മേശയിൽ ഒതുക്കി വെച്ച ഭക്ഷണം മുഴുവനായിട്ട് ശാഫിഈ തങ്ങൾ അങ്ങ് കഴിച്ചു. നല്ല മനുഷ്യന്മാരാണെങ്കിൽ കുറച്ചല്ലേ കഴിക്കുള്ളൂ. മോളിങ്ങനെ വിലയിരുത്താണ്, ഇങ്ങനൊക്കെ തിന്ന ശാഫിഈനെ പറ്റിയാണ് എന്റെ പത്ര വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞത്. അങ്ങനെ ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു. പിന്നെയോ രാത്രി സമയത്ത് കിടന്നുറങ്ങിയിട്ട് ഇമാമുന ശാഫിഈ തങ്ങൾ തഹജ്ജുദിന് എണീറ്റിട്ടില്ല. ഇത് മോളിങ്ങനെ വിലയിരുത്തുന്നുണ്ട്.
തഹജ്ജുദിന് എണീറ്റില്ല. പിന്നെയോ ബാങ്ക് കൊടുത്തപ്പോ വുളൂ പോലും എടുക്കാതെയാണ് ഇമാമുന ശാഫിഈ നിസ്കരിച്ചു പോയത്. മോൾക്ക് ആകെ ഡൗട്ടായി, എന്താ അപ്പത്, എന്റെ അപ്പത്ര വലിയ പണ്ഡിതനാന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണല്ലോ കാട്ടിക്കൂട്ടുന്നത്. മോൾ ഉപ്പയോട് പറഞ്ഞു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെന്ന മഹാവ്യക്തിത്വത്തോട് പറഞ്ഞപ്പോ അവർ തന്നെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് വിഷയം പറഞ്ഞു. ഞാൻ എന്റെ മോളോട് ഇങ്ങനൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഇന്നലെ രാത്രി നിങ്ങളിൽ സംഭവിച്ച ഈ 3 വിഷയങ്ങൾ എന്റെ മോള് നെഗറ്റീവായിട്ട് എണ്ണിയിട്ടുണ്ട്. എന്താണ് കാരണം ഉസ്താദെ എന്ന് ചോദിച്ചപ്പോ ഇമാമുന ശാഫിഈ തങ്ങൾ പറയുകയാണ്, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട്, നിങ്ങൾ എനിക്ക് തന്നത് മുഴുവൻ ഹലാലായ ഭക്ഷണമാണല്ലോ, മാത്രമല്ല നിങ്ങൾ കരീമുമാണല്ലോ. ത്വആമുൽ കരീമി ദവാ, അല്ലാഹുവിനൊക്കെ ഭയപ്പെടുന്ന നല്ലൊരു മനുഷ്യൻ ഹലാലായ ഭക്ഷണമാണ് അയാൾ തരുന്നത്. അത് അയാൾ കരീമാണ്, ധർമ്മിഷ്ഠൻ കൂടെയാണെങ്കിൽ അയാളുടെ ഭക്ഷണം മരുന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഭക്ഷണം മുഴുവനായി കഴിച്ചത്. ഞാനൊരു ഭക്ഷണമായിട്ട് കഴിച്ചതല്ല. ഇന്ന് ഹലാലായ ഭക്ഷണം കിട്ടാൻ വളരെ പ്രയാസമുള്ള കാലമാണ്. അഹ്മദേ, നിന്റെ ഭക്ഷണം ഹലാലാണെന്ന് എനിക്കറിയാം, നീയാണെങ്കിൽ കരീമുമാണ്. അതുകൊണ്ടാണ് എനിക്കൊരുപാട് രോഗങ്ങളുണ്ടല്ലോ, ഞാനൊരു മരുന്നായിട്ടാണ് അഹ്മദേ നിന്റെ ഭക്ഷണം കഴിച്ചതെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, എന്നിട്ട് പറയാണ് വത്വആമുൽ ബഖീൽ, അത് പിശുക്കന്റെ ഭക്ഷണമാണെങ്കിൽ ദാഉൻ, അത് രോഗവുമാണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഹലാലായി ഒരു ഔഷധമാക്കി തരട്ടെ. രണ്ടാമത്തെ പ്രശ്നം എന്താ? ഓള് പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം, ഷാഫി തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലല്ലോ. ഷാഫി തങ്ങൾ പറയാണ്, ഞാൻ ഇന്നലെ അങ്ങനെ കിടക്കാൻ കിടന്നിരുന്നു, തലക്കെ ചായച്ചിട്ട് അങ്ങനെ കിടന്നപ്പോഴാണ് ഞാൻ പഠിച്ച ഒരു ആയത്തിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നത്. ആ ചിന്ത നീണ്ടു ആ ആയത്തും അതിന്റെ ശർഹും അതിന് ഇസ്തിംബാത്ത് ചെയ്യുന്ന കാര്യങ്ങളും ചിന്തിച്ച് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയവർക്കല്ല തഹജ്ജുദുള്ളൂ. ഞാൻ ഇന്നലെ രാത്രി മാത്രം 72 മസ്അലയാണ് മനസ്സിലാക്കിയെടുത്തത്. എപ്പോ കെടുക്കുകയാണ്, പുറത്തുനിന്ന് നോക്കിയാൽ ഉറങ്ങാൻ തോന്നും, പക്ഷേ അത് ചിന്താമനനമാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ ഒരൊറ്റ ആയത്തിനെ പറ്റി ചിന്തിച്ച് 72 മസ്അല അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു രാത്രിയാണ്. ഞാൻ എങ്ങനെ കിടന്നു? ഉറങ്ങാത്തത് കൊണ്ട് തഹജ്ജുദില്ല, ഉറങ്ങാത്തത് കൊണ്ട് എന്റെ വുളൂ മുറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് വുളൂ പിന്നെ എടുക്കാതെ ഞാൻ നേരെ പോയി സുബ്ഹി നിസ്കരിച്ചതെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും വലിയ പണ്ഡിതൻ ഇമാമുന ശാഫിഈ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ വീട്ടിലേക്ക് വന്നതെന്തിനാണ്? അല്ലാഹുവിനെ ഓർക്കുന്ന ഒരാളോട് ഇങ്ങനെ കൂട്ടുകൂടും, അത് നല്ലവരില്ല. ശിഷ്യന്മാരാണെങ്കിൽ ശിഷ്യന്മാരെടുക്കലേക്ക് പോകട്ടെ. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വലിയ മഹാനല്ലേ, ഭയങ്കര ഈമാനല്ലേ. ഇസ്ലാമിന്റെ തൗഹീദ് പറഞ്ഞതിന് വേണ്ടി അന്ന് വലിയൊരു ഫൈറ്റ് നടന്ന കാലമാണ്, ഒരു സംവാദം നടന്ന കാലം. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ? അള്ളാന്റെ കലാമാണല്ലോ ഖുർആൻ, അതാണല്ലോ നമ്മുടെ അഖീദ. പക്ഷെ ഒരു വിഭാഗം അതിനെ എതിർത്തു. അത് അള്ളാന്റെ, നമ്മളെ മനുഷ്യന്മാരെ പോലെ ഒരു സൃഷ്ടി മാത്രമാണ് ഖുർആൻ. അല്ല, നമ്മുടെ വിശ്വാസം അള്ളാഹുവിന്റെ കലാമാണ്. അത് ഉറച്ച് പറഞ്ഞതിന് വേണ്ടി അക്കാലത്തെ ഭരണാധികാരികൾ ജയിലിലടച്ച് ശിക്ഷിച്ചിരുന്നു, ശക്തമായ അടി കൊടുത്തിരുന്നു. പക്ഷേ ആ അടി കിട്ടിയിട്ടൊന്നും ആദർശത്തൊന്നും മാറാത്ത മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. വഫാത്തായപ്പോ എത്ര ആളാണ് മയ്യത്ത് നിസ്കരിക്കാൻ വന്നതെന്നറിയോ? 8 ലക്ഷം ആളുകൾ. 8 ലക്ഷം.
ശരിക്കും കിതാബുകളിൽ കാണാം. അത്രക്കും പവർഫുൾ ആയിരുന്നു തന്റെ ശിഷ്യനെന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ മനസ്സിലാക്കിയപ്പോ ഇങ്ങോട്ട് വരികയാണ്. എന്തിന്? നല്ല ഒരു കൂട്ടുകൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു എനർജിയാണ്, ഒരു ബൂസ്റ്റിംഗ് ആണ്. നല്ല ഒരു കൂട്ടുകെട്ട് നമുക്കുണ്ടാവും. അത് ആള് കുറഞ്ഞോട്ടെ, പക്ഷെ അള്ളാഹുവിനെ പറ്റി ദീന് പറയുന്ന ഒരു ചെറിയ കൂട്ടുകെട്ട്. അതാണ് സയ്യിദുനാ അൽഖമ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ മോൻ വിട പറയാൻ നിൽക്കുമ്പോ പറഞ്ഞത്, മോനെ നല്ല കൂട്ടുകെട്ടുണ്ടാവണം. എങ്ങനത്തെ കൂട്ടുകെട്ടാണ്? നിന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന, നിന്റെ വ്യക്തിത്വത്തിന് ഭംഗി നൽകുന്ന, നിന്റെ നന്മകൾ സപ്പോർട്ട് ചെയ്യുന്ന, നിന്റെ തിന്മകൾ രഹസ്യമാക്കി വെക്കുന്ന കൂട്ടുകെട്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻ? നിന്നെ സംരക്ഷിക്കുന്ന, നിന്റെ അഭിമാനത്തെ കാക്കുന്ന, നിന്റെ നന്മകൾ സപ്പോർട്ട് ചെയ്യുന്ന, നിന്റെ തിന്മകൾ രഹസ്യമാക്കി നിന്നെ ഉപദേശിക്കുന്ന നല്ല കൂട്ടുകെട്ട് നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദീ. ഒരു മനുഷ്യനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ പറ്റി നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളെ കരീനിനെ പറ്റി ചോദിച്ചാൽ മതി, അയാളുടെ കൂട്ടുകാരനെ പറ്റി ചോദിച്ചാൽ മതി. കൂട്ടുകാരന്റെ സ്വഭാവം വെച്ച് അവനോട് ചേർന്ന് നടക്കുന്ന മറ്റേ മനുഷ്യന്റെയും സ്വഭാവം തിരിച്ചറിയാൻ സാധിക്കും. അല്ലാഹു നമ്മുടെ കൂട്ടുകെട്ടുകൾ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ കൂട്ടുകെട്ടുകളിൽ നിന്ന് മോശമായതിനെ ഒഴിവാക്കട്ടെ. മോശമായതെന്ന് പറഞ്ഞാൽ 3 കാര്യം നമ്മൾ പറഞ്ഞു. അള്ളാഹിനെ പറ്റി അവനക്ക് ഗഫലത്താണ്, ഓർമ്മയില്ല. രണ്ടാമത്തത് ഹവാഹു, അവൻ തടീച്ച എങ്ങനെ പിൻപറ്റി ജീവിക്കുകയാണ്. 3 വക്കാന അംറുഹു ഫുർത, അവന്റെ കാര്യമൊക്കെ ഓവറാണ്, ഒന്നൊരു ലിമിറ്റിലല്ല, മോഡറേഷൻ ലെവലിലല്ല. ഫുർത, എല്ലാം അതിരുവിട്ടതാണ്. അങ്ങനത്തോട് കൂട്ടുകൂടാൻ പാടില്ല. 4 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവൻ മുനാഫിഖാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വീണ്ടും നോക്കണം. അങ്ങനത്തവർ നമ്മുടെ കൂട്ടുകെട്ടിലുണ്ടോ എന്ന് നമ്മളിലും നിഫാഖ് വന്നു പോകും. ആരാണ്? 4 കാര്യങ്ങൾ. ഏതാണ് ആ 4 കാര്യങ്ങൾ? ഒന്ന്, ഇദാ ഹദ്ദസ കദിബ, തൊള്ള തുറന്നവൻ കളവേ പറയുള്ളൂ, ഉണ്ടാവരുത്. അത് നമ്മളും ശീലിച്ചു പോകും. തൊള്ള തുറന്നാൽ, സംസാരിച്ചു കഴിഞ്ഞാൽ കളവ് പറയുന്നവൻ, ആ കൂട്ടുകാരൻ നമുക്കുണ്ടാവാൻ പാടില്ല. കരാറ് ചെയ്താൽ അവൻ വഞ്ചിക്കും. അവൻ വാഗ്ദാനം ചെയ്താൽ അതിനെ തെറ്റിച്ചു കളയും. തർക്കിക്കാൻ തുടങ്ങിയാൽ തമ്മാടിത്തരം വിളിച്ചു പറയും. കൂട്ടുകാരിൽ അങ്ങനത്തവരുണ്ടായി പോകരുത്. ഒന്ന് കളവ് പറയുന്നവർ, ഒന്ന് വഞ്ചിക്കുന്നവർ, ഒന്ന് തൊള്ള തുറന്നാൽ ആക്ഷേപം തുടങ്ങിക്കഴിഞ്ഞാൽ തമ്മാടിത്തരം കൂകുന്നവരാണ്. അവര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളാക്കി തരട്ടെ. പരിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞ ഒരു കൂട്ടുകാരനുണ്ട്. ആരാണ്? അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവന്റെ കൂട്ടുകാരനായി മാറും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിൽ ഒരു വലിയ ചർച്ച. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ വലിയ ഫൈറ്റ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് പിശാചുക്കൾ,
മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ മാലാഖരുമാണ്. നമ്മുടെ ഉള്ളിൽ ആ ഫൈറ്റ്, ആ യുദ്ധം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഹറാമിന്റെയും പ്രതിസന്ധിയുടെയും ഘട്ടം വരുമ്പോ നമ്മൾ മാലാഖരോടുകൂടെ നിന്ന് സമരം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ കൂട്ടുകാരായി മാലാഖരുണ്ട് എന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിശാചിന്റെ വലയിൽ പെട്ടുപോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രാത്രി 4 മണിക്ക് എണീറ്റിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചെന്ന് വിചാരിക്കാം. ആ നിസ്കരിക്കാൻ നിങ്ങളെ എണീപ്പിക്കുന്നതും വുളു എടുപ്പിക്കുന്നതും നന്മക്ക് പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ ഈ മാലാഖരാണ്, മലായികത്യങ്ങളാണ്. അവർ പ്രചോദിപ്പിച്ച് നമ്മൾ അതൊക്കെ ചെയ്താൽ പോലും പിശാചിനൊരാഗ്രഹമാണ് ഇതൊന്ന് കൊളാപ്സ് ആക്കണം. അവരെന്ത് ചെയ്യിപ്പിക്കും? പിന്നെ സുബിയൊക്കെ നിസ്കരിച്ച് കാഴ്ച അടിക്കും, ആരോടെങ്കിലും പറയിപ്പിക്കും, ഞാൻ 4 മണിക്ക് എണീറ്റ് നിസ്കരിച്ചപ്പോ അവന്റെ ഉള്ളിൽ ഒരു ലോകമാന്യം വരും. അതോടെ ചെയ്തതൊക്കെ പോയി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ സൃഷ്ടിക്കുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. റസൂലുള്ള പറഞ്ഞില്ല, ചിന്തിക്കണേ ചിന്തിക്കണേ മയ്യുഹാരിൽ, ഞാൻ ആരോടാണ് കൂട്ടുകൂടേണ്ടതെന്ന് ചിന്തിക്കണമെന്ന്. ബന്ധങ്ങൾ തോന്നിയതുപോലെ അപ്രതീക്ഷിതമായി ഉണ്ടാക്കേണ്ടതല്ല. ബുദ്ധി കൊടുത്ത് ആലോചിക്കണം, ഞാൻ അവനോട് കൂട്ടുകൂടണോ കൂട്ടുകൂടണ്ടയോ എന്ന്. അല്ലാഹു നമ്മുടെ ബന്ധങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. അൽ അർവാഹു ജുനൂദും മുജന്നദ, നമ്മുടെ ആത്മാക്കളൊക്കെ ഒരുക്കപ്പെട്ട സൈന്യങ്ങളാണ്. ഇവിടെ അർവാഹുകളുടെ ലോകത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടി പരിചയപ്പെട്ടവർ അവർ ഇവിടെ വെച്ചും ചേരുന്നതാണ്. എങ്ങനെ ഉണ്ടാവും? നമ്മളൊരു കല്യാണത്തിന് പോയാൽ കുറെ അപരിചിതരുണ്ടാവും. അതിൽ ചിലവരോടൊക്കെ നമ്മൾ വർത്താനം പറഞ്ഞ് നമ്മൾ ബന്ധങ്ങളൊക്കെ പുതുക്കും, ചിലവരെ നമ്മൾ മാറ്റി നിർത്തും ചെയ്യും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്നാൽ അതിനൊരു കാരണമുണ്ട്. അർവാഹുകളുടെ ലോകത്ത് വെച്ച് ആരെല്ലാം കണ്ടുമുട്ടിയിരുന്നോ അവർ ഇവിടെ വെച്ചും കണ്ടുമുട്ടുന്നതാണ്. അർവാഹുകളുടെ ലോകത്ത് വെച്ച് കണ്ടുമുട്ടാത്തവർ, തിരിഞ്ഞു കളഞ്ഞവർ, ഇവിടെയും തിരിഞ്ഞ് വിഭിന്നമാകുന്നതാണ്. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് കണ്ടുമുട്ടൽ ഓട്ടോമാറ്റിക്കായി നടക്കും. പക്ഷേ ആരോട് കൂട്ടുകൂടണം, ആരോട് ചേർന്ന് നടക്കണം, അത് തെരഞ്ഞെടുക്കൽ, അതിനുള്ള ഫ്രീ വിൽ നമുക്കുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു വേണം ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു കൂട്ടുകാരന്റെ ദീനിന്റെ മേലിലാണ് ഒരു മനുഷ്യനുള്ളത്. ഒരു മനുഷ്യൻ എന്നെ പറ്റി, എന്റെ ദീനും കാഴ്ചപ്പാടും ഏതാണെന്നറിയാൻ എന്റെ കൂട്ടുകാരനെ നോക്കിയാൽ മതി. ഓരോരുത്തരും അൽ മർഉ അലാ ദീനി ഖലീലിഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് സയ്യിദുന ഉമർ തങ്ങൾ പറഞ്ഞത്, അലൈക്കും നിങ്ങൾക്ക് സത്യസന്ധരായ കൂട്ടുകാരും. ഞാൻ അവിടൊക്കെ പോയാലും അങ്ങനൊന്നും ചെയ്യൂല. എന്നാൽ ഇന്ന് പൊതുവെ നമ്മുടെ മക്കളുടെ ഒരു വർത്തമാനം, ഞാനൊരു പോകുന്നുള്ളൂ, അങ്ങനത്തെ ഒന്നും ചെയ്യാൻ എന്നെ കിട്ടൂല, അത് ഫസ്റ്റ് കിട്ടൂല, പിന്നീട് എല്ലാം നശിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്നില്ലെങ്കിൽ ഈ തെറ്റുകൾ കണ്ട് കണ്ട് അതിനെപ്പറ്റിയുള്ള ഗൗരവമെങ്കിലും നമ്മുടെ മക്കൾക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യണ്ടായിരുന്നു, അദ്ദേഹം 99 ആളുകളെ കൊന്നു. എന്നിട്ട് അദ്ദേഹം ഒരു പുരോഹിതന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഇനി എനിക്ക് വല്ല തൗബയുണ്ട്, രക്ഷപ്പെടാൻ പറ്റുമോ? എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇയാൾ എന്താ ചെയ്തത്? അയാളെ വെട്ടി 100 തികച്ചു. അങ്ങനെ തികച്ചിട്ട് പിന്നെ ആ നാട്ടിലൊരു പണ്ഡിതന്റെ അടുക്കൽ പോയി. അയാളോട് ചോദിച്ചു, അല്ല ഇനി എനിക്ക് വല്ല തൗബയുണ്ടോ? ആ, നിനക്കും തൗബയുണ്ടല്ലോ, അല്ല എല്ലാവർക്കും പൊറുക്കും.
ഈ നല്ല തൗബ ചെയ്തോ, പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഈ ഇപ്പൊ താമസിക്കണ നാടുണ്ടല്ലോ, അവിടുന്ന് മാറിയിട്ട് ഇന്നാലിന്റെ നാട്ടിലേക്ക് പോകണം. അത് അർളു ഖൈർ, നന്മയുടെ നാടാണ്, നല്ല കൂട്ടുകാരുള്ള നാടാണ്. ആ നാട്ടിലേക്ക് പോകണം. ഈ സൂഉള്ള തിന്മ നിറഞ്ഞ നാട്ടിലേക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരരുത്. ആലിമ കൊടുത്ത നന്നാവാനുള്ള ഉപദേശം, കൂട്ടുകെട്ട് നന്നാവണം. നല്ല കൂട്ടുകെട്ട ഒരിക്കലും കൂട്ടുവരരുത്. അദ്ദേഹം അങ്ങനെ പോകുമ്പോ വഴിയിൽ വെച്ച് മരിച്ചു. അപ്പോ സ്വർഗത്തിന്റെ മലായികത്തും നരകത്തിന്റെ മലായികത്തും ഇയാളുടെ വിഷയത്തിൽ ക്ലാഷായി. ഇയാള് സ്വർഗത്തിലാണോ നരകത്തിലേക്കാണോ? അവസാനം പരിഹാരമായത് എങ്ങനെയാണ്? ഇദ്ദേഹം തീയമായ മോശ നാട്ടിൽ നിന്നാണ് വരുന്നത്, നല്ല നാട്ടിലേക്കാണ് പോകുന്നത്. എവിടേക്കാണ് കൂടുതൽ അടുത്തത് എന്ന് നോക്കാം. നല്ല നാട്ടിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക്, മോശമായ നാട്ടിലേക്കാണ് അടുത്തതെങ്കിൽ നരകത്തിലേക്കും. അളന്നപ്പോ നല്ല നാട്ടിലേക്ക് അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾ സ്വർഗാവകാശിയാകുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മനുഷ്യൻ നല്ല കൂട്ടുകെട്ടിൽ എത്തിയിട്ടില്ല, നല്ല കൂട്ടുകെട്ടിനെ ലക്ഷ്യം വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അല്ലാഹു അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരൊറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇബ്നുൽ ഖയ്യിം ജൗസി റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധിശാലിയായ പണ്ഡിതനാണ്. അവര് പറയാണ്, അൽ-അസ്ദിഖാഉ, ചങ്ങാതിമാരെന്ന് പറഞ്ഞാൽ 3 രൂപത്തിലാണ്. ഒന്ന് കൽഅദാഇ, നമുക്കുള്ള ഭക്ഷണം പോലെയാണ്. ഭക്ഷണം എന്നും കിട്ടണല്ലോ എന്നതുപോലെ ചില ചങ്ങാതിമാരെ എന്നും കാണേണ്ടി വരും. ഏതാണ് ആ ചങ്ങാതിമാർ? അല്ലാഹുവിനെ ബോധ്യപ്പെടുത്തുന്ന ഇൽമുള്ള നല്ല ഫ്രണ്ട്സ്, അവരുമായിട്ട് എന്നും കൂട്ടുകൂടേണ്ടി വരും. ചിലരും മരുന്ന് പോലെയായിരിക്കും. മരുന്ന് എപ്പോഴും കഴിക്കേണ്ടതില്ലല്ലോ, ആവശ്യ സമയത്ത് കഴിച്ചാൽ പോരെ. ചില കൂട്ടുകെട്ടുകൾ ആവശ്യ സമയത്ത് മാത്രമായിരിക്കും. മറ്റേ ചില കൂട്ടുകാർ രോഗം പോലെയായിരിക്കും. അവരിലേക്ക് അടുക്കാൻ പാടുള്ളതല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗലോകത്തൊരു വല്ലാത്ത രംഗമുണ്ട്. ആ രംഗത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് ഇങ്ങനെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, യഅബിതുഹുൽ അംബിയാഉ വൽ മലായിക. സ്വർഗത്തിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ കാണും. അവർ അല്ലാഹുവിന്റെ പ്രകാശപൂരിതമായ മിമ്പറുകൾക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കായിരിക്കും. ഭയങ്കര പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു ടീമിനെ ഇങ്ങനെ കാണും. അവരെ കാണുമ്പോ സാക്ഷാൽ അമ്പിയാക്കൾ പോലും അസൂയ വെച്ചു പോകും. ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്ക് അവിടെ നിന്ന് കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മാലാഖര് പോലും അവരെ കാണുമ്പോ കൊതിച്ചു പോകും, ഞങ്ങൾക്ക് അങ്ങനെ ആകാൻ കഴിഞ്ഞില്ലല്ലോ. അവരാണെങ്കിലോ അമ്പിയാക്കളുമല്ല മാലാഖരുമല്ല, സ്വർഗലോകത്തെ ഉന്നതമായ പ്രകാശ ഗോപുരങ്ങളിൽ നിൽക്കുന്ന അവർ അൽ മുതഹബ്ബൂന ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൂട്ടുകൂടിയവരാണ്. ആ കൂട്ടുകാർക്കുണ്ടാകുന്നത് സ്വർഗലോകത്ത് പ്രകാശിക്കുന്ന മിമ്പറായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയുടെയും കാലമാണ്. നമുക്കിന്ന് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ അല്ലെ, ഇൻസ്റ്റയിലായാലും എല്ലാത്തിലും നമ്മുടെ ഓഫ്ലൈൻ ഫ്രണ്ട്സുകൾക്കപ്പുറം ഓൺലൈൻ ഫ്രണ്ട്സുകൾ കൂടിയ കാലം. അവിടൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞു, അയാളുടെ സങ്കടം, അയാളുടെ ഒരു ഓൺലൈൻ ഫ്രണ്ടാണ്. അപ്പൊ വാട്സാപ്പിൽ അവന്റെ സ്റ്റാറ്റസ് ഇങ്ങനെ വരും. അപ്പൊ ഫ്രണ്ടാണല്ലോ, നല്ല ബന്ധം. ഓന്റെ സ്റ്റാറ്റസ് എന്നും റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് യുക്തിവാദികൾക്കെതിരെ യുക്തിവാദികളുടെ പ്രഭാഷണങ്ങളാണ്. ഇത് കേൾക്കുമ്പോ അവനെന്നോട് പറഞ്ഞതാ, എന്റെ മനസ്സിൽ പോലും ഒരു തരം മോശമായ ചിന്തകൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ഒരു ഓൺലൈൻ ഫ്രണ്ടാണ്. എല്ലാ ഫ്രണ്ടിനെയും ആരോടൊപ്പമാണ് നമ്മൾ കൂട്ടുകൂടുന്നത്, അത് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, നമ്മൾ സഗൗരവം ചിന്തിക്കണം. അതൊരു പൊതു തത്വമാണ്. ചാരിയതെങ്ങനെ മണത്തോണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ല കൂട്ടുകെട്ടുകളാവട്ടെ. നല്ല കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ
അള്ളാഹുവിനെ ഓർക്കുന്ന, നന്മ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന യുരീദൂന വജ്ഹ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്.